കിടക്കും. ഞങ്ങളിപ്പോൾ എൻ്റെ 39th വീക്ക് OB അപ്പോയിൻമെൻറ്റിന് പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ തവണ 38 വീക്കിൽ പോയപ്പം 1 centimeter ഡയലേറ്റഡ് ആയിരുന്നു എൻ്റെ സെർവിക്സ്. അപ്പോൾ അവർ ഒരു ആഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 39 weeks and 4 days pregnant ആണ് ഞാൻ. അപ്പോൾ അവർ ഒന്നുകൂടെ ഇന്ന് സെർവിക്സ് ചെക്ക് ചെയ്തിട്ട് എത്ര ഓപ്പൺ ആയെന്ന് പറയും. അതനുസരിച്ചായിരിക്കും അവർ ഡേറ്റ് തരുന്നത്. ലാസ്റ്റ് ടൈം ഡോക്ടർ സെഡ് ട്യൂസ്ഡേ അപ്പോയിൻമെൻ്റ് എടുത്ത് വാ, പിന്നെ വെൻസ്ഡേ ബുക്ക് ചെയ്യാൻ നോക്കാം എന്നാണ്. സോ ലെറ്റ്സ് ജസ്റ്റ് ഹോപ്പ്. ഈ വെൻസ്ഡേ എന്ന് പറയുന്നത് December 31st ആണ് കേട്ടോ. ഇന്ന് December 30th. കുറച്ച് ദിവസമായി നല്ല സ്നോ പെയ്യുന്നുണ്ട്. I'll show you guys. It's all snowy everywhere. വിൻ്ററിൽ ഡെലിവറി കുറച്ച് കഷ്ടമാണ്. ഈ വർഷമാണെന്ന് തോന്നുന്നു ഞങ്ങൾ വന്നതിന് ശേഷം ഈ വർഷത്തെ ഡിസംബറിൽ ഇത്രയും സ്നോ നമ്മൾ കാണുന്നത്. ഇതിനു മുന്നേ ഇത്രയും സ്നോ ഇല്ലായിരുന്നു, എസ്പെഷ്യലി ഡിസംബറിൽ. ഫെബ്രുവരിയിലാണ് കുറച്ചുകൂടെ സ്നോ പെയ്യുന്നത്. പക്ഷേ I don't know. It's my husband. Say hi to my dog. അപ്പം അതാണ് ഇന്നത്തെ വിശേഷം. നീ അവിടെ ചെന്നിട്ട് ഡോക്ടർ എന്താ പറയുന്നതെന്ന് പറയാം. ഓക്കെ, see you later. പറ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല സുഖമുണ്ട്. ഒന്ന് കിടക്കും. ഞാൻ ഒഫീഷ്യലി 40 weeks കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് എൻ്റെ ഇൻഡക്ഷൻ വേണ്ടി അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു 4:30. ഇൻഡക്ഷന് വേണ്ടി വന്നു. ഡോക്ടർ വരാൻ ലേറ്റായി. അറൗണ്ട് 7 o'clock എൻ്റെ ഇൻഡക്ഷൻ ചെയ്തു. ഇൻഡക്ഷൻ വാട്ടർ ബലൂൺ മെത്തേഡ് വെച്ചിട്ടാണ്. ഇൻഡക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് 20 minutes വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ വെയിറ്റിംഗ് പീരീഡിൻ്റെ ഇടയിൽ എൻ്റെ വാട്ടർ ബ്രേക്കായി. ഞങ്ങൾ വിചാരിച്ചു ഇൻഡക്ഷൻ യൂഷ്വലി ആ പ്രോസസ്സ് കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ പറഞ്ഞു വിടും, പിന്നെ 24 hours കഴിഞ്ഞിട്ട് തിരിച്ച് വരണമെന്നാണ്. അതിനുള്ളിൽ വാട്ടർ ബ്രേക്ക് ആയാലോ അല്ലെങ്കിൽ ബലൂൺ തനിയെ പുറത്ത് വന്നാലോ ഇവരെ വിളിച്ചിട്ട് വരണമെന്നാണ്. പക്ഷേ ആ വെയിറ്റിംഗ് പീരീഡിൽ തന്നെ എൻ്റെ വാട്ടർ ബ്രേക്കായി. ചെറുതായിട്ട് കോൺട്രാക്ഷനും തുടങ്ങി. ഇപ്പോൾ ഒരു സെർവിക്സ് ചെക്ക് ചെയ്തപ്പം 3 to 4 centimeter ഓപ്പൺ ആയിരുന്നു. അപ്പം ഇപ്പോൾ ബർത്തിങ് സൂട്ടിലോട്ട് മാറ്റി. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ എല്ലാം ആയിരിക്കും. ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. കോൺട്രാക്ഷൻസ് തുടങ്ങി, ഡോക്ടർ വന്നിട്ടില്ല. ഇനി അവർ പറയും എന്താണ് പ്ലാനെന്ന്. ഐ ആം നെർവസ്. ഇതാണ് ബർത്തിങ് സ്ട്രീറ്റ്. ഇവിടെ ഹസ്ബൻഡിന് ഇരിക്കാനും കിടക്കാനും. സുബിൻ ഞങ്ങൾ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഹോസ്പിറ്റൽ ബാഗൊക്കെ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ സുബിൻ ഇപ്പോൾ താഴെ ബാക്കി ബാഗൊക്കെ എടുക്കാൻ പോയിരിക്കും. കുറച്ച് നേരമായി.
യോ രണ്ട് സ്റ്റെപ്പ് ഇടാൻ വേണമെങ്കിൽ. How do you feel? I'm okay. I'm having contraction every 5 minutes. It's not that strong, but bearable. Low oxytocin കുത്തി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചിലപ്പോൾ പെയിൻ കൂടാൻ ചാൻസ് ഉണ്ട്. Let's see how it goes. Hey guys, I delivered my baby on 5th of Jan 2026 morning at 6:30. And the video I didn't want to show any details. So birthing suite in the private room ആണ് എടുത്തത്. അപ്പോൾ പ്രൈവറ്റ് റൂമിലോട്ട് വന്നു. There she is. She's having food. How was my experience? Almost 6 centimeter dilated ayapam. I think I took a epidural. അതിന് ശേഷം ചെറിയൊരു പ്രഷർ ഉണ്ടായിരുന്നു. പിന്നെ കംപ്ലീറ്റ്ലി നമ്മായിരുന്നു. Waist down. I couldn't feel anything. I couldn't feel my leg. I couldn't feel my ass. I couldn't feel anything. No pain, nothing at all. അങ്ങനെ വരുമ്പം പുഷ് ചെയ്യാൻ കുറച്ച് പാടുപെടും. ബിക്കോസ് ഇങ്ങനെ മീൻസ് പ്രഷർ വരുന്ന അറിയില്ല. ഒരു രൂപത്തിലങ്ങ് പുഷ് ചെയ്യണം. So after taking epidural, I think ഇടയ്ക്ക് കോൺട്രാക്ഷൻസ് സ്ട്രോങ് ആയി. പിന്നെ അവിടുന്ന് കോൺട്രാക്ഷൻസിന് വേണ്ടി അവർ ഓക്സിറ്റോസിൻ കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് കുറേ അടുപ്പിച്ച് കോൺട്രാക്ഷൻസ് വന്നപ്പോഴത്തേനും അവരത് എക്സ്ട്രാ ഓക്സിറ്റോസിൻ അത് കട്ട് ഓഫ് ചെയ്തു. വീണ്ടും അവിടെ സർവിക്സ് ചെക്ക് ചെയ്തപ്പം 9.5 centimeter ഡയലേറ്റഡ് ആയി. അപ്പം പുഷിങ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ദേ കെയിം ബാക്ക് അറ്റ് 10 centimeter. അപ്പോഴാണ് ഡോക്ടർ വരുന്നത്. അതിന് മുന്നേ വരെ ഫുൾ ലേബർ നഴ്സായിരുന്നു. So yeah, then I started pushing. After 10 minutes, she was born. പിന്നെന്താ യൂഷ്വൽ പ്രൊസീജിയർ. ബേബിയുടെ വെയ്റ്റും ഹൈറ്റും ചെക്ക് ചെയ്തു. പിന്നെ ഒരു 1.5 hour ബർത്തിങ് സീറ്റിൽ തന്നെ കിടത്തി. അതിനുശേഷം റൂം അവൈലബിൾ ആയപ്പോഴത്തേനും റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. I'll show you my room. So this is my room. There's the bed. This is ഇവിടെയാണ് ബേബി കിടക്കുന്നത്. പിന്നെ there's a washroom. ഇത്രയും സ്പേസ് ഉണ്ട്. I have a large window. അവിടെ സോഫയുണ്ട്. അവിടെ ആയിരിക്കും സുബിൻ കിടക്കുന്നത്. സോ യാ, ഞങ്ങൾ പ്രൈവറ്റ് റൂമാണ് ഓപ്റ്റ് ചെയ്തത്. അപ്പം പ്രൈവറ്റ് റൂമിന് ഇവിടെ $345 എക്സ്ട്രാ കൊടുക്കണം. അതർവൈസ് യു ക്യാൻ ചൂസ് ജനറൽ വാർഡ്. അവിടെ 3 to 4 ബെഡ്സ് കാണും. അല്ലെങ്കിൽ സെമി പ്രൈവറ്റ്
which is for $300. അത് അവിടെ രണ്ട് ബെഡ് കാണും. പ്രൈവറ്റിൽ നമ്മൾ മാത്രമേ കാണുള്ളൂ. So if your insurance covers private room, I think you should go for it. ഫുഡ് അല്ലെങ്കിലും ജനറൽ വാർഡിലും എല്ലായിടത്തും ഇൻക്ലൂഡഡ് ആണ്, റിഗാർഡ്ലെസ് ഓഫ് ദി റൂം. സോ യാ, ഇന്ന് ഫുൾ ഇവിടെ കിടത്തും. മോസ്റ്റ് പ്രോബബ്ലി നാളെ ഡിസ്ചാർജ് ചെയ്യുമായിരിക്കും, if everything is okay. So I'll keep you guys updated. ഇന്ന് നെക്സ്റ്റ് ഡേ ആണ്, Jan 6th. ബേബിയുടെ എല്ലാ ചെക്കപ്പൊക്കെ ചെയ്തു, എൻ്റെയും ചെക്കപ്പ് ചെയ്തു, എല്ലാം ഓക്കെ ആയിരുന്നു. സോ ദേ ആസ്ക്ഡ് us to go home. ഡിസ്ചാർജായി, വി ആർ ഗോയിങ് ഹോം. കാർ സീറ്റൊക്കെ പ്രോപ്പറായിട്ട് അവർ വന്ന് ചെക്ക് ചെയ്തു, പ്രോപ്പറായിട്ട് സീറ്റ് ബെൽറ്റ് അല്ല, കാർ സീറ്റിൻ്റെ ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ടോന്ന്. Okay, right. So this is our view, the view from our room. Yeah, I think it's snowing right now. I don't know. Or raining. I don't know. Okay guys, we are leaving home. Okay, say bye. Bye.